കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. നേർച്ചയാണ്, നേരത്തെ ചോറ് കൊടുത്താണ്. അപ്പോൾ ചെറിയമ്മയുടെ വക കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ ഒരു പെൺകുട്ടി കുഞ്ഞുവാനെ കിട്ടിക്കഴിഞ്ഞാൽ കുനിശ്ശേരി പൂക്കളങ്ങരയിൽ ചോറ് കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചോറ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞിപ്പെണ്ണിന്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും കുറുമമാരൊക്കെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഡ്രസ് കോമ്പിനേഷൻ? എല്ലാവർക്കും ഇഷ്ടമായോ? നിധി നിധി കിട്ടി കുഞ്ഞേട്ടാ, ഇപ്പുറത്ത് വന്നിരിക്കും കുഞ്ഞേട്ടാ, വേഗം വന്നിരിക്കും. ഇപ്പോഴാണ് സൂപ്പർ ആയതല്ലേ ഗൈസ്. എന്നിട്ട് ഇങ്ങനെ ചേർന്നിരിക്കൂ നിധി. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഇന്ന് ചോറ് എടുക്കുന്ന വീഡിയോ കാണാട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നേർച്ചയാണ് കേട്ടോ. അപ്പോൾ രാജേഷേട്ടൻ ചോറ് എടുപ്പിന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ നേർച്ച രാജേഷേട്ടൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ രാജേഷേട്ടൻ വന്നതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞിപ്പെണ്ണിനുള്ള നേർച്ച നടത്തുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ചോറ് കൊടുക്കാൻ വേണ്ടി പൂക്കളങ്ങരയിൽ പോവാം. ഇനി ചീട്ടാക്കണ അപ്പോൾ ചെറിയമ്മയുടെ നേർച്ചയാണ്. കുഞ്ഞു മാലകയെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചോറൂണും ചെറിയമ്മയുടെ വക നടത്താൻ നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ നേർച്ചയാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്കൊരു കുഞ്ഞ് മാലക കുട്ടിയെ ദൈവം നമുക്ക് തന്നല്ലോ. അപ്പോൾ പൂക്കളങ്ങര ഭഗവതിയുടെ അവിടെയാണ് കുഞ്ഞിപ്പെണ്ണിന് ചോറൂണ്. അപ്പം ഇത് കുനിശ്ശേരി പൂക്കളങ്ങര ഭഗവതിയാണ്. അമ്മയുടെ വീട്ടിനടുത്താണ് കേട്ടോ. അവിടെ കുനിശ്ശേരി കുമ്മാട്ടി, ആറാട്ട്, അങ്ങനെ കുറേ ഉത്സവങ്ങളുണ്ട്. ഫേമസ് ആയ ഒരു അമ്പലവും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ദച്ചുകുറുമന് ഇവിടെ ചോറൂണ് നേർച്ചയുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഇതാ നേർച്ച ചോറുണ്ട്. അപ്പം ചോറ് ആദ്യം കൊടുത്തത് കൊണ്ട് നേരത്തെ നമുക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞല്ലോ ചോറൂണ്. അപ്പോൾ ഇത് നേർച്ച ആയതുകൊണ്ട് അമ്പലത്തിനകത്ത് പോകാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്ത് തൊഴാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും രാജേഷേട്ടൻ വന്നിട്ട് നടത്താമെന്ന് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ആദ്യത്തെ ചോറിന് രാജേഷേട്ടൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, പട്ടാളത്തെ ജോലിയുള്ള എല്ലാവരുടെയും, പട്ടാളത്തിൽ നിന്നല്ല പുറത്ത് ജോലി ചെയ്യുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ രാജേഷേട്ടൻ വന്നിട്ടുള്ള ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ കുഞ്ഞിപ്പെണ്ണി എടുത്തത് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തത് ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് നമ്മുടെ എല്ലാ വിശേഷങ്ങളും പൊന്നമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. പൊന്നമ്മയുടെ വീട്ടിനടുത്താണ്. അപ്പോൾ ഇത് അമ്പലത്തിനോട് ചേർന്ന് കിടക്കുന്ന അമ്പലക്കുളമാണ്, നല്ല അമ്പലക്കുളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നിട്ട് കുഞ്ഞിപ്പെണ്ണിയും കൂടി താഴെ ഇറങ്ങി അങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയമ്മയാണ് കുഞ്ഞിപ്പെണ്ണി ചോറ് നേരിച്ച് തരുന്നത്. ഒരു പെണ്ണ് കുഞ്ഞുവാനെ കിട്ടുകയാണെങ്കിൽ ഇവിടെ ചോറ് കൊടുക്കാമെന്ന്. അതുപോലെ നമുക്കൊരു പെണ്ണ് സുഞ്ചിക്കുട്ടീനെ കിട്ടി, രാജകുമാരീനെ. അപ്പം ചെറിയമ്മയുടെ നേർച്ചയാണ് ഇന്ന്. അപ്പോൾ ചെറിയമ്മ അതെല്ലാം സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പൂജകളൊക്കെ കൊടുത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കല്യാണങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടേ ചോറ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചോറ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ചിരിച്ചിരിക്കും ഫോട്ടോ ഉറക്കം വന്നതുകൊണ്ടാണ്. പക്ഷേ ഒന്നും മിണ്ടണ്ട, കടിച്ചിരുന്നോട്ടെ. തിരി ഇനി ചോറ്, 3 വക പായസം, ശകല ഉപ്പെല്ലാം കുറച്ച് മാറ്റി. മുടി ഇതായില്ലേ, മുടിയിൽ പൂ വെക്കണം. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഇതാ രാജേഷേട്ടൻ ചോറ് കൊടുത്തിട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് നേർച്ചതാ ഇവിടെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും കുഞ്ഞിപ്പെണ്ണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ആ സൗണ്ടൊക്കെ കേട്ടിട്ട് കുഞ്ഞിപ്പെണ്ണ് കരയുന്നത് കേട്ടോ. ആൾക്ക് പിന്നെ ഇച്ചിരി ഉറക്കം വന്നാലും അപ്പുറത്തെ 2 കുട്ടികളും ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് മിണ്ടാതിരുന്നു കേട്ടോ. നല്ല കുട്ടിയായിരുന്നു. അവർ പറയുകയും ചെയ്തു. പക്ഷേ കുറച്ചൊക്കെ ആകുമ്പോൾ കുറേ സൗണ്ട് കേൾക്കുമ്പോൾ ആൾക്കും കരച്ചിൽ വരുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരും പായസമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. മധുരം ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിപ്പെണ്ണ് കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തുമണി കേട്ടോ.
അങ്ങനെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞത് കുട്ടീസാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് അപ്പുറത്തെ കുഞ്ഞുവാവയുടെ കരച്ചിലൊക്കെ കേട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേസ്. അങ്ങനെ എല്ലാവരും ഇച്ചിരി ഇച്ചിരി തേച്ച് കൊടുത്ത് നമ്മൾ എടുത്തിട്ട് വേഗം പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലയിലുള്ള ചോറും എല്ലാം കൂടി ആയി കുളത്തിലുള്ള മീനുകൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജേഷേട്ടൻ. അങ്ങനെ അവിടെ പോയി ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം എന്താ ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഏട്ടാ നല്ലൊരു ഫോട്ടോ എടുത്തു തരാം അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തു തരാം കുളത്തുനിന്ന് ഇങ്ങനെ കയറി വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ കൊണ്ട് ഞാൻ എടുപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ അതൊക്കെ വലിയ സ്റ്റൈലിലൊക്കെ മുണ്ടൊക്കെ മടക്കി ഇങ്ങനെ പിടിച്ച് വരുമ്പോഴത്തേക്കും ബസ് കുട്ടി ഇടയിൽ കൂടെ വന്നു കേസ്. 2ാം വർഷം റീടേക്ക് എടുക്കാൻ പോയതാണ്, സ്ലിപ്പായി കുളത്തിൽ വീണു. മൊത്തം നനഞ്ഞു, മൊബൈലൊക്കെ നനഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വെള്ളത്തിൽ എന്തായാലും വീണില്ല, ഇനി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നൊരു വീഡിയോ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾ ഫുള്ള് നനഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസമൊക്കെ ഇതാ നമുക്ക് കഴിച്ചിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വരികയാണ് കേട്ടോ. പിന്നെ ഏട്ടന് നീന്തലൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം വേറെ വലിയ പ്രശ്നമില്ലാതെ നീന്തൽ അറിയാത്തില്ലെങ്കിൽ പെട്ടേനെ കേട്ടോ. കാരണം ഇവിടെയൊക്കെ നല്ല സ്ലിപ്പാവുന്നുണ്ട്, വഴുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂക്കളങ്ങര ഭഗവതിയുടെ നടയിൽ കുഞ്ഞിപ്പണ്ട് ചോറൂണും കഴിഞ്ഞ് കുഞ്ഞിപ്പണ്ട് നല്ല ഉറക്കത്തിലുമായി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ കഴിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയുക. നമ്മുടെ കുഞ്ഞിപ്പണ്ട് അനുഗ്രഹം എല്ലാവർക്കും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പം കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോട്ടോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.